കൊള്ളില്ല. ഇവരിതങ്ങ് പറഞ്ഞിട്ട് ഇവരങ്ങ് വാവിട്ട് കരയുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം നിർത്തൂ. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. ഈ വേദന മുഴുവനും അപമാനമായിട്ട് സ്വീകരിച്ചുകൊണ്ടും അവഹേളനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ അപമാനത്തിലും അവഹേളനത്തിലും ആരുമില്ലാത്ത അവസ്ഥയിൽ ഈശോയെ സഹായിക്കാൻ വന്ന ആ മാലാഖയെ പോലെ ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് കൊടുക്കാമോ? എന്താ ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ബ്രദർ. ഈശോയെ നമ്മളെങ്ങനെ ആശ്വസിപ്പിക്കണേ? ഈശോ നമ്മളല്ലേ ആശ്വസിപ്പിക്കണ്ടേ? അതാണ് ജ്ഞാനം. ഈശോ തന്നെയാണ് പറയണത്. ഈശോ അത്രയും നമ്മളെ സ്നേഹിക്കണോ? ഇപ്പം നമ്മൾ നാട്ടിൽ പോവുകയാണ്, നമ്മൾ താമസിക്കും. നാട്ടിൽ ചെന്നപ്പോൾ ചാച്ചൻ ആശുപത്രിയിലാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ കുറച്ച് ദിവസം വിശ്രമിക്കാൻ പോണതാണ്. അപ്പോൾ വീട്ടുകാർ, ആങ്ങളമാർ അവരൊക്കെ പറഞ്ഞ്, ചേച്ചി വിശ്രമിച്ചോ, അപ്പം ചാച്ചൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങനെ ചെയ്യോ? നമ്മളെന്ത് ചെയ്യും? നമ്മൾ പറയും, ഇല്ലില്ല ഞാൻ ആശുപത്രിയിൽ നിന്നോളാം ചാച്ചൻ്റെ കൂടെ. അതല്ലേ പറയുള്ളൂ. ഇല്ലില്ല, നീ ഇത്രയും നാൾ കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം വിശ്രമിക്കാൻ വന്നാൽ നീ ഇവിടെ ഇരിക്കും. ഇല്ലില്ല, ഞാൻ ആശുപത്രിയിൽ നിന്നോളാം. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ചാച്ചൻ്റെ കൂടെ അവിടെ ഇരുന്നു. ചാച്ചന് സന്തോഷമായോ? ചാച്ചന് ആശ്വാസമായോ? നമുക്കും ആശ്വാസമായോ? ഇതാണ് ഇതിൻ്റെ സൂത്രം. നമ്മളൊന്നും ചെയ്തില്ല, അവിടെ ചെന്നിരുന്നുള്ളൂ. അതാണ് ഈ സ്നേഹത്തിൻ്റെ. അപ്പോൾ ഈശോയ്ക്ക് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആരിൽ നിന്ന്? തൻ്റെ സ്വന്തം സഹോദരങ്ങളായ മനുഷ്യ മക്കളിൽ. അത്രയ്ക്ക് ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു കാര്യം. ഇതൊരു മെഷ്യൻ മാതിരി അല്ല, ഇത് ശരിക്കും ഹൃദയബന്ധമാണ്, ഇത് ശരിക്കും രക്തബന്ധമാണ്. ഞാനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സങ്കീർത്തനത്തിലെ വചനം പറഞ്ഞു, ഏശയ്യായിലെ വചനം പറഞ്ഞു. ഏശയ്യ 53 പറയുന്നത് ഇതാണ്: അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു, അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവൻ അനുഭവിച്ച വേദനകളാണ് പാപപരിഹാര ബലിയായി മനുഷ്യവംശത്തിനെ നീതീകരിക്കപ്പെട്ടത്. ഇനിയൊക്കെ ദൈവനീതി എന്നാ പറയുള്ളൂ കേട്ടോ. കുറച്ച് നേരം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരിങ്ങനെ വാവിട്ട് കരയുകയാണ്. പറഞ്ഞു, ഇപ്പോൾ ഇത് തന്നെയാണ് കർത്താവ് അവിടെ ചെയ്തത്. അപ്പോൾ ഇവള് ഇതിലിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് പറ്റണില്ല, എനിക്കിത് താങ്ങാൻ പറ്റണില്ല. ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതെ. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഈശോ അന്ന് പ്രാർത്ഥിച്ചത്. പിതാവേ, എനിക്ക് പറ്റണില്ല. ആ അവസ്ഥയാണ് ഈശോയോടൊപ്പം ചേർക്കേണ്ടത്. ഈശോ ഗെത്സമനിയിൽ പറയാണ്, എനിക്ക് പറ്റണില്ല പിതാവ്, ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് ഈശോ പ്രാർത്ഥിച്ച ആ അവസ്ഥ നമ്മളെല്ലാവരിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രതിധ്വനിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയണം, അത് തന്നെ എൻ്റെ അവസ്ഥ, എനിക്ക് പറ്റണില്ല. എന്താണ് ഇവരെന്നോട് ചെയ്യണേ? എനിക്ക് താങ്ങാൻ പറ്റണില്ല എന്ന ഈ അവസ്ഥയെ ഒന്നിപ്പിക്കുക. ഈശോയെ, എൻ്റെ ഈ താങ്ങാൻ പറ്റാത്ത ഈ വേദന അങ്ങ് ഗെത്സമനിയിൽ അനുഭവിച്ച വേദനയോട് ഞാൻ ചേർക്കുന്നു, അങ്ങയെ ആശ്വസിപ്പിക്കാനായിട്ട്. ഇത് പറഞ്ഞ്
പ്രാർത്ഥിച്ച് ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇവരുടെ മുഖഭാവം അങ്ങ് മാറി. ഇവർ ഭയങ്കര ഒരു സന്തോഷത്തിലേക്ക് മാറിയെന്ന് മാത്രമല്ല, ഇവരങ്ങ് സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം ആ സിറ്റുവേഷൻ. ഇത്രയും നേരവും വാവിട്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഇവർ 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് വിചാരിക്കും പറയും? ഭയങ്കര ചിരി. ഇത് കേട്ട്, അപ്പം എനിക്കറിയാം ഇതുണ്ടാവും എന്നുള്ളത്. ഇത് കേട്ട് ഭർത്താവ് ഓടി വന്ന് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു മിണ്ടണ്ട, ചിരിക്കട്ടെ കുറേ നേരം. ഞാൻ ഓരോ സാധനങ്ങളും എടുത്തു കൊടുത്തു. അപ്പൻ്റെ വയസ്സുണ്ടായത്, അമ്മയുടെ വയസ്സുണ്ടായത്, ഇതെല്ലാം സഹോദരങ്ങൾ ഇത്രയും സഹായിച്ചിട്ട് അവരെന്നെ ഇതുപോലെ അവഹേളിച്ചു വർത്താം. ഇതൊക്കെ ഞാനങ്ങ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവർ ചിരിയോട് ചിരി തന്നെ. പിന്നെ കുറച്ച് നേരം മിണ്ടാതിരുന്നപ്പോൾ നോർമലായി. ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ സംഭവിക്കണേ? ഇപ്പം ഞാനങ്ങോട്ട് എംപ്റ്റി ആയി. എൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല. എൻ്റെ അകത്ത് സകല ഭാരവും പോയി. അതേതാണ്ട് ഒരു ഉയർത്തെഴുന്നേറ്റമായി തോന്നുന്നുണ്ടോ? കറക്റ്റ്, ഞാനങ്ങ് ഉയർത്തെഴുന്നേറ്റമായി തോന്നുന്നു. ഇപ്പം സമാധാനമായും പ്രൈസ് ദി ലോർഡ്. ബ്രദർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, പ്രശ്നം തീർന്നു. ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നെല്ലാവരും കണ്ണടിച്ച് ഒന്നുകൂടി നമ്മൾക്ക് ജീവിതത്തിൽ എന്നെല്ലാമാണ് നമ്മൾ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥ, എനിക്ക് പറ്റണില്ല, ഇതുപോലെ എനിക്ക് പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരവസ്ഥയെ ഈശോ ഗെത്സമനിയിൽ വെച്ച് ഇത് തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പിതാവേ, എനിക്ക് പറ്റണില്ല, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും അങ്ങയുടെ ഹിതമല്ല. ഈശോ അനുഭവിച്ച ആ വേദനയോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനയെ സമർപ്പിക്കുന്നു. അവഹേളിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, പുച്ഛിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. വഞ്ചനയാണ് പ്രധാനം. നമ്മൾ വളരെയധികം സ്നേഹിച്ച ആരോ നമ്മളെ ഒറ്റിക്കൊടുത്തു, നമ്മളെ വഞ്ചിച്ചു. ഓ, നിന്നിൽ നിന്ന് ഇതുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈശോയെ, അത് അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ബാല്യകാലം മുതലുണ്ടായിട്ടുള്ള മറ്റുള്ളവർ നമ്മളെ വഞ്ചിച്ച അവസ്ഥ, മറ്റുള്ളവർ നമ്മളെ അവഹേളിച്ച അവസ്ഥ, അപമാനിച്ച അവസ്ഥ, വേദനിപ്പിച്ച അവസ്ഥ എല്ലാം ഈശോയെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus.